മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ കെ. സുരേന്ദ്രൻ. വെറുതെ ആർ.എസ്.എസിനോട് മുട്ടാൻ നിൽക്കേണ്ടെന്നും മമതയുടെയും സ്റ്റാലിന്റെയും പിണറായി വിജയന്റെയും ഗതി വി.ഡി. സതീശനും വരുമെന്നും കെ. സുരേന്ദ്രൻ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. സതീശൻ സർക്കാരിന്റെ കാലാവധി തീരും മുമ്പ് സംസ്ഥാനത്തെ എല്ലാ വൈസ് ചാൻസലർമാരും മോഹൻ ഭാഗവതിനെ കേൾക്കാൻ എത്തുമെന്നും തന്റെ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് ഒരു ആർ.എസ്.എസുകാരനാണ്. ഇനി രാജി സ്വീകരിക്കുന്നതും ഒരു ആർ.എസ്.എസുകാരൻ തന്നെ ആയിരിക്കുമെന്നും സുരേന്ദ്രൻ പറയുന്നു. ഒപ്പം ആർ.എസ്.എസ് ഈ നാടിന്റെ ജീവാത്മാവും പരമാത്മാവും ആണെന്നും സമൂഹ മാധ്യമത്തിൽ കെ. സുരേന്ദ്രൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ജി, ഇപ്പോൾ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ മാത്രമേ മോഹൻജി ഭാഗവത് അവരുടെ പ്രഭാഷണം കേൾക്കാൻ പോയിട്ടുള്ളൂ. അങ്ങയുടെ കാലാവധി തീരുന്നതിന് മുൻപ് കേരളത്തിലെ ബാക്കി വരുന്ന എല്ലാ വി.സിമാരും ഇതുപോലെ മോഹൻജിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനെത്തും. അങ്ങയെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതും ഒരു ആർ.എസുകാരൻ തന്നെ. അങ്ങയുടെ രാജി സ്വീകരിക്കുന്നതും ഒരു ആർ.എസുകാരൻ തന്നെ ആയിരിക്കും. അങ്ങയുടെ കൂട്ടുകാരായ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും PFIക്കാരും അടക്കം എല്ലാവരും അങ്ങയെപ്പോലെ കഴുതക്കാമം കരഞ്ഞു തീർക്കും. ആർ.എസ്.എസ് ഈ നാടിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. കേരളത്തിൽ തന്നെ 4 MP-മാർ, 3 MLA-മാർ, 1 മേയറും ഡെപ്യൂട്ടി മേയറും, 2 മുനിസിപ്പൽ ചെയർമാൻമാർ, നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 2000-ഓളം പഞ്ചായത്ത് അംഗങ്ങൾ ആർ.എസ്.എസിനുണ്ട്. വെറുതെ മുട്ടാൻ നിൽക്കേണ്ട. മമതയുടെയും സ്റ്റാലിന്റെയും പിണറായിയുടെയും ഗതിയായിരിക്കും താങ്കൾക്കും വരാൻ പോകുന്നത്. ഇതാണ് സുരേന്ദ്രൻ ജിയുടെ അല്പം ഭീഷണി കലർന്ന ഒരു മുന്നറിയിപ്പ്. അതേപോലെ മോഹൻ ഭാഗവത് പങ്കെടുത്ത പ്രഭാഷണ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തിൽ കേരളത്തോട് അവർ മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു കമന്റുമായിട്ടും കെ. സുരേന്ദ്രൻ വന്നിരുന്നു. ആർ.എസ്.എസ് പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് സുരേന്ദ്രന്റെ കമന്റ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വി.സി പദവിയുടെ അന്തസ്സിനും നിരക്കാത്ത നടപടിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനാണ് കെ. സുരേന്ദ്രൻ ഇങ്ങനത്തെ ഒരു മറുപടിയുമായി എത്തിയത്. അതേസമയം UDF-ഉം സർക്കാരും എന്തുകൊണ്ട് സംഘപരിവാറിനെ എതിർക്കാൻ മടിക്കുന്നു എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറായി സംഘപരിവാർ ബന്ധമുള്ള ഒരു നേതാവിനെ നിയമിച്ചതിലും സർവകലാശാല സെനറ്റിൽ 19 സംഘപരിവാർ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയതിലും രൂക്ഷ വിമർശനമാണ് പിണറായി ഉന്നയിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ ആർ.എസ്.എസ് ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണിത്. ഇതിനെതിരെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ പ്രതികരിച്ചിട്ടുമില്ല. ആർ.എസ്.എസ് പശ്ചാത്തലത്തിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയ 2018 മുതൽ കേരളത്തിലെ സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതികൾ ആരംഭിച്ചിരുന്നു. മുൻപ് LDF സർക്കാർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. സർവകലാശാലകളുടെ കാവ്യവൽക്കരണം തടയുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ മുൻപ് നിയമസഭയിൽ ബിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആ ബില്ലിനെ നിയമസഭയിൽ UDF അന്ന് ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും UDF-ഉം സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ മടിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്.